രണ്ടാമത്തെ സിനിമയിൽ തന്നെ വേണുചേട്ടനുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ജഗദീഷ് ചേട്ടൻ അന്ന് ഈ വേണുചേട്ടനൊക്കെ പരിചയമുണ്ടോ? അന്ന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിരുന്നാൽ വേണുചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് NSS വിമൻസ് കോളേജ് തിരുവനന്തപുരം, അവിടെ വെച്ചാണ്. എൻ്റെ സഹോദരി അവിടുത്തെ പ്രിൻസിപ്പലായിരുന്നു. അന്ന് മാർവേൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അന്ന് തിരുമ്പി വന്താൻ തമ്പി എന്ന നാടകമായിട്ട്, വിമൻസ് കോളേജല്ലേ തിരുമ്പി വന്താൻ തമ്പി, അതെ, ജി ശങ്കരപ്പിള്ള സാർ എഴുതിയ നാടകമാണ്. കോമഡിയുള്ള വേലുത്തമ്പി പപ്പുത്തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സറ്റയറാണ്. അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ വിമൻസ് കോളേജിൽ പോയി. വിമൻസ് കോളേജിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു നൃത്ത പരിപാടിക്ക് മൃദംഗം വായിക്കാനായിട്ട് വന്നത് വേണുചേട്ടനായിരുന്നു. കാവാലം സാറിൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫേവർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അതൊരു ഡ്യൂട്ടിയാണെന്ന് വിചാരിച്ച് കാവാലം സാറിൻ്റെ റിലേറ്റീവിന് വേണ്ടി വന്ന് അവിടെ മൃദംഗം വായിച്ച വേണുചേട്ടനായിരുന്നു. അന്ന് പരിചയപ്പെട്ടു. അന്ന് കൂടുതലൊന്നും അറിയില്ല. തിരുമ്പിയൊന്താൻ തമ്പി അന്നേ എല്ലാവരുടെ ഇടയിലും ഫേമസ് ആണ്. നാടകം കാവാലം സാറിൻ്റെ സംവിധാനത്തിലുള്ള. അന്ന് എന്താ ഇതുവരെയുള്ള മുടി, നല്ല താടി, കണ്ടാൽ എല്ലാവരും ഒന്ന് നോക്കും. വേണുചേട്ടൻ്റെ അന്നത്തെ, ഇന്ന് വളരെ സ്റ്റൈലായിട്ട് താടി വളർത്തിക്കൊണ്ടിരുന്നവരൊക്കെ അന്നത്തെ വേണുചേട്ടൻ്റെ സ്റ്റൈല് ഇന്നത്തെ പോലെ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അന്ന് അവിടെ ഇരുന്ന്. അപ്പോൾ നമുക്ക് തന്നെ താല്പര്യം. ഞാൻ പറഞ്ഞു, തിരുമ്പിയൊന്താൻ തമ്പി കേട്ടിട്ടുണ്ട്. കാരണം എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, MCOM ഇവിടെ പഠിക്കുന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓർഡർ നമ്മളറിയാം, മെറിലാൻഡ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഞാൻ ഒരു സ്വപ്നലോകത്തിലായിപ്പോയി. കാരണം വെച്ചാൽ വേണുചേട്ടൻ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പൂച്ചക്കൊരു മൂക്കുത്തിയും സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ 100th ഡേ സെലിബ്രേഷന് ഞാൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ വെച്ച് എനിക്ക് വേണുചേട്ടനായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. മാറി നിന്നു, കണ്ടു. ഇങ്ങനെ ഒരുമിച്ച് അഭിനയിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓർഡർ തമാവ് ആളറിയാമല്ലോ, ആദ്യം എനിക്ക് വെച്ചിരുന്ന ഒരു 3 സീനുള്ള ഒരു ഹിന്ദി മാഷിൻ്റെ വേഷമാണ്. ജഗതി ചേട്ടന് വെച്ചിരുന്ന വേഷമാണ്. ജഗതി ചേട്ടന് ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് ഭാഗ്യവശാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി. അങ്ങനെ കോര എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് കിട്ടി. വേണുചേട്ടനെ കാണുന്നു. വേണുചേട്ടനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, വേണുചേട്ടനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ NSS വിമൻസ് കോളേജിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്കധികം ഓർമ്മ കിട്ടുന്നില്ല. പിന്നെയുള്ള നിമിഷങ്ങൾ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പോലെയൊന്നുമല്ല. വേണുചേട്ടൻ ആദ്യമേ തന്നെ വളരെ ക്ലോസ് ആയിട്ട് അങ്ങ് പെരുമാറാൻ തുടങ്ങി. 2 പേരുടെ പേര് എനിക്ക് എടുത്തു പറയണം, വേണുചേട്ടനും സുകുമാരി ചേച്ചി. സുകുമാരി ചേച്ചി അതേപോലെയാണ്. സുകുമാരി ചേച്ചി അന്നും എന്നെ വിളിച്ച പ്രൊഫസർ എന്നാണ്. ആരോ പറഞ്ഞു കൊടുത്തു, കോളേജ് അധ്യാപക പ്രൊഫസർ എന്ന് വിളിക്കുന്നു. അപ്പം വേണുചേട്ടൻ പറഞ്ഞു, അത് പ്രൊഫസറൊന്നും അല്ല, അസരേഖയുടെ പ്രൊഫസറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. വേണുചേട്ടൻ അന്ന് തൊട്ട് എന്നെ കളിയാക്കി തുടങ്ങി. പക്ഷെ നമുക്കൊരു അറ്റീസ് ആക്കുക എന്നൊക്കെ പറയുന്നില്ലേ. ഞാൻ അന്ന് മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീനിവാസ് അഭിനയിച്ചിട്ടുണ്ട്, വേണുചേട്ടൻ, സുകുമാരി ചേച്ചി, അവരുടെ ഇടയിൽ ഞാനൊരു തുടക്കക്കാരനാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത് വേണുചേട്ടനാണ്. നല്ല ഗൈഡൻസ് ആണ്. അതാണ് ഞാൻ വേണുചേട്ടൻ്റെ ഒരു മെൻറ്റർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ലേ. അത് അഭിനയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വേണുചേട്ടൻ്റെ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുക, കൂടെയുള്ള ആർട്ടിസ്റ്റിന് നമ്മുടെ മൂവ്മെൻറ്റ് അത് എന്തെങ്കിലും എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട ജഗദീഷ്, അന്നേ കറക്റ്റ് ചെയ്തു. എൻ്റെ ഗുണം എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ ഗുണം എന്ന് പറയുന്നത്, അമച്വർ നാടകരംഗത്ത് ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. TR സുകുമാരൻ നായർ സാർ, ജഗതി NK ആചാര്യ സാർ, PK വേണുക്കുട്ടൻ നായർ സാർ, TN ഗോപിനാഥൻ നായർ സാർ, അങ്ങനെയുള്ള ഏറ്റവും ടാലൻ്റ് ആയിട്ട് നടരാജൻ സാറ്, അങ്ങനെയുള്ള പ്രതിഭകളോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. സിനിമയിൽ വന്നപ്പോൾ ആദ്യ ചിത്രത്തിൽ തന്നെ നെടുമുടി വേണുവും ശ്രീനിവാസനും. അപ്പോൾ അവരുടെയൊക്കെ അഭിനയം കാണുമ്പോൾ നമുക്ക് ഓവറാകാൻ പറ്റില്ല. ഏറ്റവും കൺട്രോൾഡ് ആക്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഭകളുടെ കൂടെ നമ്മൾ ചേരുമ്പോൾ, അതുപോലെ അവർക്ക് ഏത് വേഷവും, ഞാനൊരിക്കൽ വേണുചേട്ടനോട് എന്നെ ചോദിച്ചിട്ടുണ്ട്, CBI കമലഹാസനെ പിടിക്കേണ്ട CBI ആയിട്ട് എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് CBI ജനങ്ങളുടെ ഇടയിൽ വളരെ ജെല്ലായിട്ട് ഇങ്ങനെ കൂട്ടത്തിൽ നടന്നാൽ പെട്ടെന്ന് കണ്ണി കാണാത്ത ഒരാളായിരിക്കും കൂടുതൽ CBIക്കാരും. അതാണ് ശങ്കർ എന്നോട് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞു. അവിടം തൊട്ട് പലതരത്തിൽ നമുക്ക് ഈ വേഷം അദ്ദേഹം ചെയ്താലൊക്കുമോ, കാരണം വേണുചേട്ടൻ ഒരു വലിയ ഫിസിക്കുള്ള ആളായിരുന്നില്ല. ജഗദീഷേട്ടൻ എഴുതിയ സിനിമയില് മുത്താരംകുന്ന് പിയോയില് അദ്ദേഹം ഗുസ്തിയാശാനാണ്. അത് യഥാർത്ഥത്തിൽ കുട്ടൻപിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ്. അവിടെ ശ്രീനിവാസനാണ് സജസ്റ്റ് ചെയ്തത്, ഞാനല്ല. നെടുമുടി വേണുചേട്ടൻ നന്നായിരിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ തോന്നി. പക്ഷേ നെടുമുടി വേണുചേട്ടൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് കൊണ്ടുവന്ന ഒരു ചെറിയ ചേഞ്ച് നിങ്ങൾ നോക്കിയാൽ കാണാം. കുട്ടൻപിള്ള ചെറിയ ഒരു ഉടന്ത് പോലുള്ള ഒരു ലിംബിങ് ചെറുതായിട്ട് നടത്തുന്നു. അത് ഈ ഗുസ്തി മത്സരത്തിൽ എവിടെയോ ചതിപ്രയോഗത്തിൽ എന്തോ സംഭവിച്ചതായിട്ടുള്ള ഒരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ബാക്കി ഈ ഏറ്റവും വലിയ ഗുസ്തിക്കാരും പിന്നീട് വ്യായാമമൊക്കെ കുറഞ്ഞു കഴിഞ്ഞിരുന്നാൽ
കുറച്ചൊരു വയറൊക്കെ വരുമല്ലോ. അതെ. അപ്പം അങ്ങനെ വേണിച്ചേട്ടൻ ആ ഗുസ്തിയുടെ ആ നടത്തയിലും കാര്യങ്ങളിലും ആ തലയിൽ കെട്ടുന്നതും ഒക്കെ തന്നെ അതിനെ ഒരു ഗുസ്തിക്കാരനെ നമുക്ക് കാണാൻ പറ്റും. വേണിച്ചേട്ടൻ്റെ വേഷപ്പകർച്ചയും എടുത്ത് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു പള്ളിയിലച്ഛനിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കും. അഭിനയം മാത്രമല്ല, ആ വേഷം ഇടുന്നതും വേറെ സ്റ്റൈലായിരിക്കും. ഒന്നിൽ ഒരു കാവി എളോഹ ഇടുന്ന അച്ഛനായിരിക്കും, ഒന്നിൽ വെള്ളയായിരിക്കും, അതിൽ തന്നെ കണ്ണട വേറെ ആയിരിക്കും. ഇപ്പോൾ വിഗ്ഗൊക്കെ വയ്ക്കുന്ന വേണിച്ചേട്ടൻ ഓരോ രീതിയിലും വേണിച്ചേട്ടൻ്റെ ഒരു സ്റ്റില്ല് കണ്ടാൽ അത് ഏത് സിനിമയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഏതാണ്ട് പറയാം, ചാമരത്തിലെ അച്ഛൻ, എത്രയോ സിനിമകളിൽ എത്ര വ്യത്യസ്തങ്ങളായിട്ടുള്ള പള്ളി. നമ്മുടെ ഇതില് മറ്റേ ലൂണ ഓടിക്കുന്ന ആകാശദൂതില് പള്ളിയിലച്ഛൻ. അതെ. എന്നാൽ ശരിയായിട്ടുള്ള അച്ഛനല്ലാത്ത ഒരു കഥാപാത്രം ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു അല്പ ദുർമന്ത്രവാദമോ എന്തൊക്കെയോ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട്, അല്ലേ? 100% നന്മയുടെ ആളല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാഭത്തിലേക്ക് നാശത്തിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു നല്ല അച്ഛൻ ഒരിക്കലും പറയുന്നതല്ല. വേറെന്തോ ഒക്കെ ഒരു ഇവിളുണ്ട് അതിന് അങ്ങനെ ചെയ്യുന്ന കഥാപാത്രം. ആ സൂക്ഷ്മാംശം ആലോചിച്ച് നോക്കി. അതിനകത്ത് അവസാനം പറയുമ്പോൾ വില്ലനാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള എക്സ്പ്രഷനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ വലുതാണ്, വളരെ വലുതാണ്. വേണിച്ചേട്ടന്റെ ഓർമ്മകളുമായിട്ട് നമ്മളോടൊപ്പം ഡയറക്ടർ അശോക് കുമാർ സാർ. ഞങ്ങളുടെ ഒരു പടമാണ് അറബി ഒട്ടോ മാത്രമെന്നാർ, ലാല്, വേണിച്ചേട്ടന്, മുകേഷ് അഭിനയിച്ച്. ഇതിൻ്റെ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബി, ദുബായ് ഒക്കെയാണ്. ആ സിനിമ എടുത്തത് തന്നെ രസകരമാണ്. ഞങ്ങൾക്ക് ചുമ്മാ അവിടെ പോയി ആഘോഷിക്കാൻ വേണ്ടി എടുത്താണ്. പക്ഷേ ആ പടം നന്നായിട്ട് ഓടി. പ്രിയനാണ് ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അന്നും പ്രിയൻ പറഞ്ഞു, എടാ കാര്യമൊക്കെ നമുക്ക് വേണിച്ചേട്ടൻ വേണം അവിടെ, വേണിച്ചേട്ടൻ അബുദാബി കാണണം. വേണിച്ചേട്ടൻ നമുക്ക് എത്ര ദിവസം ഡേറ്റ് വേണം. ആ വേണിച്ചേട്ടൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റിൻ്റെ കൂടെ കാണും, നമുക്ക് ഹെൽപ്പ് ചെയ്യും, പിന്നെ രസമാണ് വേണിച്ചേട്ടൻ. അങ്ങനെ അപ്പോൾ വേണിച്ചേട്ടൻ ചോദിച്ചു, അശോക് എനിക്ക് അതിനകത്ത് നമ്മൾ പ്രിയനൊരു പറഞ്ഞു വേണിച്ചേട്ടൻ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേണിച്ചേട്ടൻ ഇവിടുന്ന് അബുദാബി കൊണ്ടുവരുന്നു. വേണിച്ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 10 ദിവസം കണ്ട ഡേറ്റ് തന്ന്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേണിച്ചേട്ടനത് 15-20 ദിവസമായി. അതെന്ന് വെച്ചാൽ അവിടുത്തെ വേണിച്ചേട്ടൻ്റെ പ്രസൻസ്, അതായത് ലൊക്കേഷനിൽ 2 ആർട്ടിസ്റ്റാണ് പ്രസൻസ് കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. ഒന്ന് സുമാരി ചേച്ചി, സുമാരി അമ്മ, ഒന്ന് വേണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ എല്ലാ സിനിമ അഭിനയം മാത്രമല്ല, സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും വേണിച്ചേട്ടൻ നമ്മുടെ തന്നെ കൂടെ കാണും. എൻ്റെ ഒരു ജീവിതത്തിലെ വളരെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തമാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന 2 പേർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജഗദീഷ് മാഷ് എന്ന് വിളിക്കാൻ കാരണം ഇദ്ദേഹം അധ്യാപകനാണ്. പിന്നെ പ്രിയപ്പെട്ട രമേശ് പിഷാരടി. ഇനി എന്റെ സന്തോഷം പറഞ്ഞോട്ടെ. എന്റെയും രമേശിന്റെ ജോലി എളുപ്പമായി. കാരണം വേണിച്ചേട്ടനെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരാളാണ്. അതെ. കാരണം അഭിനയത്തിന്റെ സൂക്ഷ്മാംശങ്ങൾ ഈ കാരിക്കേച്ചറിൽ അവതരിപ്പിക്കുമ്പോൾ ഓരോന്നും കണ്ണെങ്ങനെ ചലിക്കുന്നു, മൂക്ക് എങ്ങനെ ചലിക്കുന്നു, ചെവി എങ്ങനെ ചലിക്കുന്നു എന്ന് അറിയാം. അത് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം ചോദിക്കുന്നതിന് നമുക്ക് മറുപടി പറഞ്ഞാൽ മതി. അതുമല്ല, ഈ നമ്മൾ സാധാരണ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒരു നടനെ അനുകരിക്കുമ്പോൾ ഒരു ഡയലോഗ് പറയാം, ഒരല്പം പറയാം. ഇത് അങ്ങനെ ഒരു ഡയലോഗ് ഒന്നും അല്ല. വേദിയിൽ വേണിച്ചേട്ടനായിട്ട് നിന്ന് ജയരാജൻ എത്രയോ നേരം ആളുകളോട് ഇന്ററാക്ട് ചെയ്ത് പോവുക. തീർച്ചയായിട്ടും. അതായത് വേണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, വേണിച്ചേട്ടൻ എന്നോട് എപ്പോഴും പറയാറില്ല ഞാൻ തൃശ്ശൂരോ അതല്ലെങ്കിൽ പാലക്കാടോ ജനിക്കേണ്ട ആളാണെന്നാണ്. കാരണം അദ്ദേഹത്തിന് ഈ മേള സംസ്കാരത്തോടുള്ളൊരു താല്പര്യം. അതെ. പ്രത്യേകിച്ചും ചെണ്ട, തായമ്പക, പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. അപ്പോൾ തൃശ്ശൂരിലെ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്തും അല്ലാതെയും മിക്കവാറും കോഴിക്കോടോ കണ്ണൂരോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ വിളിക്കും. നമുക്ക് കാസിനോയിൽ ഇരിക്കാം, 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ, നമുക്ക് ആ മലമക്കാവിലൊന്ന് പോകണം. അതായത് ഈ തായമ്പക നടക്കുന്ന സ്ഥലമാണ്. പെരുവനത്തൊന്ന് പോകണം, വിദ്യാധരൻ നാടായ ആറാട്ടുപുഴ പൂരാണ്, ആ വഴിക്കൊന്ന് പോകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ യാത്രയാണ്. അപ്പം എന്താ വെച്ചാൽ കയ്യിലെന്ത്, നേരത്തെ എല്ലാവരും പറഞ്ഞ കയ്യിലെന്ത് കിട്ടിയാലും അതിനെ മുഴുവൻ താളത്തിൻ്റെ ഒരു വലിയ മഹാപ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആളാണല്ലോ വേണിച്ചേട്ടൻ. ഈ വേണിച്ചേട്ടന് മൊത്തമുള്ള യാത്രകളിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം, നമുക്കറിയാത്ത ചില പായ്ത്താരി താളങ്ങളൊക്കെ കൊണ്ടുപോകും. കാവാലം സാറിൻ്റെ നിന്ന് കിട്ടിയത്, അതുകൂടാതെ കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ വേണിച്ചേട്ടൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ചില കുസൃതി ചോദ്യങ്ങൾ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ സിനിമയെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കാം, ഇതിപ്പോൾ അതിനെ പറ്റിയ സമയമല്ല, നമുക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, അപ്പോൾ വിട പറയും മുംബൈയിലെ സേവിയർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും അതൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡെൻവറാശാൻ എന്ന് പറഞ്ഞു, ബെസ്റ്റ് ആയിട്ടുള്ള ഡെൻവറാശാനും
അതുപോലെ പെരുന്തച്ചനിലെ തമ്പുരാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ല. എങ്ങനെയാണ് ഡൻവറാശാൻ ഇങ്ങനെ നടന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഗുണ്ടയെ മനസ്സ് സങ്കല്പിച്ചു, അതങ്ങ് വർക്കൗട്ടായി എന്നാ പറയാ. പക്ഷെ അതല്ല പുള്ളിക്ക് താല്പര്യം. പുള്ളി ആ സമയത്ത് നമ്മളോട് പറയുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ വേഷങ്ങളെക്കുറിച്ച്, അതെ, അമ്മന്നൂരിന്റെ വേഷപ്പകർച്ചയെക്കുറിച്ച്. അമ്മന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടിയാട്ടത്തിന്റെ ആചാര്യനാണ്. അറിയാം. അദ്ദേഹം അവസാനം ഊർധ്വശ്വാസം വലിക്കാവുന്നൊരു അവസ്ഥയുണ്ട്. അല്ല, അതിനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു കൂടിയാട്ടത്തെ കുറിച്ച് യാദൃശ്യമായിട്ട് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞുതരാം. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വേണുചേട്ടന് അതിന് വോയിസ് ഓവറിനൊരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. മിനിക്ക് എന്ന് പറയുന്ന എം.ആർ. രാജൻ സാറിന്റെ ഡോക്യുമെന്ററിക്ക് വോയിസ് ഓവറിന് നാഷണൽ അവാർഡ് മേടിച്ചിട്ടുള്ള ആളുകളിൽ ഒന്നാണ് വേണുചേട്ടൻ. വോയിസ് ഓവറും അതില് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നോട്ടം എന്ന് പറഞ്ഞ സിനിമയില് പുള്ളി ചാക്യാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പച്ചപ്പനന്തത്തെ നല്ല പാട്ടുകൾ. പച്ചപ്പനത്തെ ആ പാട്ടൊക്കെ ശശി പരൂരിന്റെ അതിനകത്ത് പുള്ളി ചാക്യാര. അതിനകത്ത് പുള്ളി കണ്ടുവച്ച കൂടിയാട്ടത്തിലെ ഈ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഞരമ്പുകൾ വലിഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടിങ്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ മേള കലാകാരന്മാർ, തുള്ളൽ കലാകാരന്മാർ, ഇവരോടൊക്കെ സംസാരിച്ചിരിക്കുക, വെടിവട്ടം പറയുക, മുറുക്കുക അങ്ങനെ ഇരിക്കുക. പിന്നെ തൃശ്ശൂരിൽ അരവിന്ദാക്ഷമേനൻ എന്നിട്ട് ഒരാളുണ്ടായിരുന്നു, സി അരവിന്ദാക്ഷമേനൻ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ കാവാലൻ സാറിന്റെയും അരവിന്ദൻ സാറിന്റെയും സ്വന്തം ആളാ. നെടുമുടി മേടിച്ചിട്ടും വരുന്നുണ്ടെങ്കിൽ അവിടെ സി എം എൻ ഉണ്ടാവും. സി എം എന്നോട് മറ്റേ കാറി ഇറങ്ങിയ ഉടനെ സാധനം ഉണ്ടോ, ഉണ്ടല്ലോ അപ്പൊ പറയും ഇന്നതേ ചെറുതുരുത്തിയിലൊരു തായ്മയുണ്ട്, എന്നാ അങ്ങോട്ട് പോവാം.